പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി കർത്താവ് എന്നെ അനുവദിച്ചോർത്ത് യേശു ക്രിസ്തു എന്ന മഹാരാജാവിന് നന്ദി സ്തുതി സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. അപ്പോൾ ലോകം അതിൻ്റെ അന്ത്യകാലഘട്ടത്തിലേക്ക് അടുത്തടുത്തടുത്ത് വരുമ്പോൾ നമുക്കറിയാം, ലോകം ഒരു യുദ്ധത്തിന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ കൂടുതൽ ശക്തമായി ഒരുങ്ങുന്നു. അമേരിക്ക ഏത് നിമിഷം എന്ത് സംഭവിക്കുകയും ചോദിച്ചാൽ അവർ ശക്തമായി ഒരുങ്ങി തന്നെ നിൽക്കുന്നു. ഇസ്രായേൽ പരിപൂർണ ശ്രദ്ധയിലും സൂക്ഷ്മതയിലുമാണ്. ഇനി ഇറാൻ കയറി ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമായിട്ട് ഗുരുതരമായ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. പെട്ടെന്ന് ലോകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ തക്ക വിധമുള്ള ഒരു പശ്ചാത്തലത്തിൽ ലോകം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ് മെല്ലെ മെല്ലെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 27 കാലഘട്ടത്തിൽ വലിയ പ്രശ്നമായി മാറുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ചെറിയ ചെറിയ വാർത്തകളിൽ കണ്ടത് എന്ന് വെച്ചാൽ ലോകം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് എടുത്തു ചാടാൻ പോവുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അമേരിക്കയെ ആസ്പദമാക്കിയും അമേരിക്കയെ ആശ്രയിച്ചുമൊക്കെയായിരുന്നു ലോകത്ത് ധാരാളം സമ്പത്തുണ്ടായിരുന്നത്. തൊഴിലവസരങ്ങൾ, ധാരാളം വിസകൾ ഒക്കെ വന്നുകൊണ്ട് അമേരിക്കയിൽ ധാരാളം ആളുകൾ ചേക്കേറുകയും അവിടെ വീട് വെച്ച് താമസിക്കുകയും ജോലി അവിടെ ലഭിക്കുകയൊക്കെ ചെയ്തു. മനുഷ്യനെ ഉന്നതി പ്രാപിച്ചു. മറ്റൊന്നായിരുന്നു കാനഡ, മറ്റൊന്നായിരുന്നു ലണ്ടൻ, അതിന് കഴിഞ്ഞിട്ടുള്ളായിരുന്നു UAE, ഗൾഫ് മേഖല. എല്ലാം വലിയ ഗുരുതര അവസ്ഥയിലേക്ക് പോവുകയാണ്. നമ്മൾ ലോകം അതിൻ്റെ അന്ത്യകാലത്തേക്ക് അടുക്കുന്നതിൻ്റെ എല്ലാവിധ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവിധ സംഭവങ്ങളുടെയും മോഡലുകൾ, ചെറിയ സംഭവം, വലിയ സംഭവത്തിൻ്റെ ചെറിയ സംഭവങ്ങൾ കണ്ണുകൊണ്ട് കാണുകയാണ്. അതിനെയാണ് അടയാളങ്ങൾ, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ അടയാളങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ സംഭവത്തിൻ്റെ ചെറിയ ആവർത്തനമാണ് ഇത്. ഇനി ചെറിയ ആവർത്തനത്തിൻ്റെ ഒറിജിനൽ വലിയ ആവർത്തനമാണ് ഈ സംഭവിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക മാന്ദ്യം എന്ന സംഭവം ലോകം മുഴുവൻ എത്തിക്കഴിഞ്ഞു. ഇന്ന് ഈ കഴിഞ്ഞ ഒരു 15 ദിവസം കൊണ്ട് എളിദാസിനെ ഫോണിൽ കൂടെ വിളിച്ച് സംസാരിച്ചവർ, വീട്ടിലെ ഭവനത്തിൽ വന്ന് ധ്യാന ക്ലാസ് കൂടി പോയിട്ടുള്ളവർ, അങ്ങനെയൊക്കെ കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ എല്ലാവരും പറയുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഗുരുതരമായി മുന്നോട്ട് പോവുകയാണ്. ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരാളുടെ ജോലി നഷ്ടപ്പെട്ടതിനെ പറ്റി അദ്ദേഹം പറയുണ്ടായി. മറ്റൊന്ന് കടബാധ്യതയാണ്. എല്ലാ വീടുകൾക്കും കടങ്ങളുണ്ട്. കടബാധ്യത ഇല്ലാത്ത ഭവനം വിരലിൽ എണ്ണാനുള്ളതേ ഉള്ളൂ. 5 ലക്ഷം, 8 ലക്ഷം, 10 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം ഒക്കെ കടബാധ്യതയാണ്. ഇനി അതെങ്ങനെ വീട്ടുമെന്നുള്ള ആകുലതയേറി, ദുഃഖമേറി, ഉറക്കം നഷ്ടപ്പെട്ട്, തലവേദന പിടിച്ച്, ഗ്യാസ് കൂടി രോഗിയായിട്ട് മാറുകയാണ്. പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പുള്ള ഈ പശ്ചാത്തലം, ഈ കാലഘട്ടം, ഇനി മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് ക്ലേശങ്ങളുടെ ആരംഭം എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ ആ ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നത് പോലെ ആരംഭം അതിൻ്റെ മധ്യ കാലഘട്ടത്തിലേക്ക് കടന്നു. ക്ലേശങ്ങളുടെ ആരംഭമല്ല, ആരംഭം അതിൻ്റെ മധ്യയുഗത്തിലേക്ക് എന്ന് പറഞ്ഞതുപോലെ ക്ലേശം അതിൻ്റെ സഹനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഗുരുതരമായ പ്രത്യാഘാതത്തിലൂടെ ലോകം കടന്നു പോവുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞ യേശുക്രിസ്തു രണ്ടാമത്തെ വരവിന് ഉള്ള ആ പശ്ചാത്തലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, വേദനകളുടെ ആരംഭം. ക്ലേശങ്ങളുടെ അല്ല. ക്ലേശം നമുക്ക് സഹിക്കാൻ പറ്റും, ക്ലേശം സഹിക്കാൻ പറ്റും. കുറച്ച് ക്ലേശിച്ചിട്ടാണേലും, ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ വളരെ ക്ലേശിച്ചിട്ടാണെങ്കിലും പരീക്ഷ എഴുതും. ഇപ്പോൾ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന വളരെ ക്ലേശിച്ചിട്ടാണെങ്കിലും ജോലി കണ്ടെത്തുന്നു. എന്നാൽ വേദനകളുടെ ആരംഭം എന്ന് പറയുമ്പോൾ അത് ക്ലേശങ്ങളുടെ ആരംഭമല്ല. ക്ലേശം അതിൻ്റെ 1-ാം ഘട്ടം പിന്നിട്ട് വേദനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ലോകം മുഴുവനും വേദന അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക്, ജോലി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന വേദന, സാമ്പത്തികമായ പരാജയത്തിൻ്റെ വേദന, കടബാധ്യതയുടെ വേദന, അതോടൊപ്പം കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട വേദന. ഇത്രമാത്രം കേരള സഭയിൽ, ഇത്രമാത്രം നമ്മുടെ സഭകളിൽ ഇത്രമാത്രം കുമ്പസാരങ്ങളും കുർബാനകളും ധ്യാനങ്ങളും ആരാധനകളും നടന്നിട്ട് ഈ എളിദാസൻ പരിചയപ്പെട്ട പല വീടുകളിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൂർവ്വ പിതാക്കന്മാരുടെ ശാപം എന്താണെന്ന് പോലും അറിയത്തില്ലാത്തവർ, ശാപത്തിൻ്റെ ലക്ഷണങ്ങൾ വീടുകളിൽ എന്താണ് ഉള്ളതെന്ന് അറിയാത്തവർ, അതിൻ്റെ തിക്തഫലം പേറി മുന്നോട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ട് കുടുംബ തകർച്ചയുണ്ടായി? എന്തുകൊണ്ട് വലിയ ഡിവോഴ്സുകൾ വീട്ടിൽ വന്നു? എന്തുകൊണ്ട് കുടുംബ സ്നേഹം ഇല്ല? എന്തുകൊണ്ട് കുടുംബത്തിൽ നിന്നും പ്രാർത്ഥനയും വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെട്ടു? എന്തുകൊണ്ട് കൗതാശിക തലങ്ങളോട് താല്പര്യം നഷ്ടപ്പെട്ടു? എന്തുകൊണ്ട് കൂതാശകൾ നിർവീര്യമായി? എന്തുകൊണ്ട് സഭയ്ക്കകത്ത് ഇത്രമാത്രം പ്രശ്നകലുഷിതമായ
ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. എന്തുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ, ഡിവോഴ്സിൻ്റെ എണ്ണം കൂടുന്നു, വിവാഹം നടക്കുന്നില്ല, നടന്ന വിവാഹത്തിൽ തന്നെ ഭാര്യയും അവിടെയും ഭർത്താവിടുമായിട്ട് ജീവിക്കുന്നു, കണ്ടിട്ടും മിണ്ടിയിട്ടും സംസാരിച്ചിട്ടും മാസങ്ങളെ, അങ്ങനെ ഒരുപാട് തകർച്ചകളുടെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ ഭവനങ്ങളും ഒരു വേദനയുടെ ആരംഭമല്ല, ഏതാണ്ടൊരു മധ്യകാലഘട്ടത്തിലേക്ക് കടന്നതുപോലെ എനിക്ക് തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി യൂറോപ്പിനെ സംബന്ധിച്ചും, പ്രത്യേകിച്ച് യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്ററായിരുന്നു നമുക്കെന്ത്, UK, മറ്റത് കാനഡയായിരുന്നു, അമേരിക്കയായിരുന്നു. അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധാരാളം തൊഴിലവസരങ്ങൾ കിട്ടിയിരുന്നത് എല്ലാം ചുരുങ്ങി ഇല്ലാതെ വരുന്നു. അപ്പോൾ വേദനയുടെ ആരംഭം എന്ന് പറഞ്ഞത് വേദനയുടെ മധ്യകാലത്തിലേക്ക് വന്നിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഇനി എന്തിലാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എന്തിലാണ് നമ്മുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എന്തിലാണ് നമ്മൾ കൂടുതൽ ആശ്രയം വെക്കേണ്ടത്? സമ്പത്തിനെ സംബന്ധിച്ച് ഇന്ന് കാണുന്ന സമ്പത്ത് നാളെ അപ്രത്യക്ഷമാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ ബോധമായിട്ട് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. തകർന്നടിഞ്ഞ സാമ്പത്തിക ക്ലേശങ്ങൾ, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റി ഒരു സാമ്പത്തിക സമത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ഗുരുതരമായ പ്രത്യാഘാതത്തിലേക്ക് പോകുന്നു, ജോലി നഷ്ടപ്പെടുന്നു. ഒരു ലോൺ അടച്ചു തീർത്ത് പകുതിയാകുമ്പോൾ ജോലി നഷ്ടപ്പെടുന്നു, ലോൺ അടയ്ക്കാൻ പറ്റാതെ വരുന്നു, പണയങ്ങളിരിക്കുന്നത് അത് എടുക്കാൻ പറ്റാതെ വരുന്നു. അങ്ങനെ മനുഷ്യൻ്റെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും എല്ലാം ഇല്ലാതെയായി പോയി. ആ മനുഷ്യൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട്, അസ്വസ്ഥത കയറി, ആരോഗ്യം നഷ്ടപ്പെട്ട് രോഗിയായി മാറി, അത് ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത വിധം, പണമില്ലാത്ത വിധം, അല്ലെങ്കിൽ ചികിത്സിച്ചും ഫലദായകമാകാത്ത വിധം ആരോഗ്യ നഷ്ടം വരുന്നു. അതോടെ മനസ്സിൻ്റെ എല്ലാവിധ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടും. അങ്ങനെ തികഞ്ഞ ഒരു പരാജയത്തിൻ്റെ ജീവിതമായി നാം മാറുകയാണ്. അത് നമ്മൾ എപ്പോഴും നോക്കിയാലും പരാജയം. നമ്മൾ വിചാരിക്കും കണ്ണിൽ കാണുന്ന വലിയ പള്ളികളോ വലിയ ആരാധനകളോ അല്ലെങ്കിൽ വലിയ സംഭവങ്ങളോ കൺവെൻഷനുകളോ ധ്യാനങ്ങളോ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ ഉണ്ട്, എല്ലാവരും നല്ല കണ്ടീഷനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും നല്ല ധ്യാനമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ശരിയായ രീതിയിൽ ഇപ്പോൾ പറഞ്ഞാൽ എല്ലാ പരാജയങ്ങളെയും മൂടി വെക്കാനുള്ളൊരു മുഖംമൂടിയാണ് ഇന്ന് കാണുന്ന എല്ലാ സംഭവവും. ഞാൻ വളരെയേറെ റിസർച്ച് നടത്തിയിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഇന്നത്തെ എനിക്ക് യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സഭയെ പഠിച്ചപ്പോൾ, കൂദാശകളെ പഠിച്ചപ്പോൾ, കുടുംബജീവിതത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ, വിശുദ്ധിയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പഠിച്ചപ്പോൾ, സഭയും നമ്മളും തമ്മിൽ, ദൈവവും നമ്മളും തമ്മിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം, അത് സഭയുമായിട്ടാണേലും യേശുവിൻ്റെ കൂദാശകളായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ പോലും എല്ലാം ഒരു മുഖംമൂടിയായും എല്ലാം ഒരു പാഴ്വേലയായും, എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു നന്മ വരുന്നില്ല, എത്രമാത്രം ചിന്തിച്ചിട്ടും ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം എത്താൻ പറ്റുന്നില്ല, എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനയെല്ലാം കുടം കമത്തി വെച്ച് അതിന് മുകളിൽ വെള്ളമൊഴിക്കുന്ന പോലെ തെറിച്ചു പോകുന്ന അവസ്ഥ, എത്രമാത്രം ധ്യാനം കൂട്ടിയിട്ടും ഒരു രക്ഷയില്ലാത്ത അവസ്ഥ, എത്രമാത്രം ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത അവസ്ഥ, എത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു പൈസ മിച്ചം വെക്കാൻ പറ്റാത്ത അവസ്ഥ, എത്രമാത്രം പൈസ കൊണ്ട് അടച്ചിട്ട് ലോൺ തീരാത്ത അവസ്ഥ, എത്രമാത്രം വിവാഹം ആലോചിച്ചിട്ടും അത് നടക്കാത്ത അവസ്ഥ എന്നു വേണ്ട, തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക്, ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക്, ക്ലേശത്തിൽ നിന്ന് ക്ലേശത്തിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടെ സഭയും ജനവും കുടുംബവും നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇനി സന്തോഷത്തിൻ്റെ ഒരു പുതിയ പുലരി പൊട്ടിവിടരും എന്നല്ല എല്ലാവരും ഇപ്പോൾ കരുതിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷത്തിൻ്റെ പെൺപുലരിയുടെ കാലം അവസാനിച്ചു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കഥാ പറയാണ് വേദനകളുടെ ആരംഭം. അപ്പോൾ ആരംഭം അതിൻ്റെ മധ്യകാലഘട്ടത്തിലേക്ക് കടന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പൊതുവേദിയിൽ കൂടെ പറയാൻ പറ്റാത്ത വിധം തകർച്ചയിലാണ് ലോകം പോകുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം കേരളത്തിലെ നമ്മുടെ മീഡിയ വാർത്തകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നവവധു തൂങ്ങി മരിച്ചു, ഇങ്ങനെയൊക്കെ നൂറ് വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. ആ വിവാഹബന്ധം വേർപെടുത്തി ഡിവോഴ്സിലേക്ക് പോകുന്നു. ഇങ്ങനെ ആ മേഖല, വിശ്വാസം വിശുദ്ധി നഷ്ടപ്പെട്ട ഒരു പറ്റം ജനം, കാഴ്ചയിൽ എല്ലാം ഉണ്ട്. ഇത് വലിയ അപകടകരമായ വലിയ തകർച്ചയുടെ വലിയ നാശത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ആ ലക്ഷണത്തിൻ്റെ ചെറിയ പതിപ്പുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത്തരുണത്തിലാണ് ഈ എളിയ ദാസൻ്റെ ധ്യാന ക്ലാസ്സുകൾ ഞാൻ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ ധ്യാനം കേൾക്കുവാനായിട്ട് വരാൻ തയ്യാറാവുന്നൊരു ധാരാളം ഫോൺ സന്ദേശങ്ങൾ വന്ന് അവർ ചോദിക്കുന്നത് എന്നാണ് ഫോൺ ചെയ്യുന്നത്, അല്ല കോട്ടയത്ത് നിന്നാണ് വരുന്നത്, നിങ്ങൾ മറ്റെവിടെയാണ് ധ്യാന സെൻറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്, നമുക്കൊരു ധ്യാനം വേണമായിരുന്നു,
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് പ്രശ്നം ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ദേവാലയത്തിൽ ചോദിച്ചിട്ട് അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഭവനത്തിൽ ധ്യാനവും ക്ലാസ്സുമായിട്ട് പോവുകയാണ്. അപ്പോൾ നല്ലൊരു സെൻറ്റർ കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ പോവുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ, പ്രിയപ്പെട്ടവരെ, എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ കേരളത്തിലെ ഏത് ധ്യാന സെൻറ്ററിൽ ചെന്ന് ചോദിച്ചാലും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു ആത്മീയ തലം നിങ്ങൾക്ക് ലഭിക്കില്ല. എത്ര ധ്യാനമാണ് കൂടുന്ന മനുഷ്യന്, എന്തുമാത്രം കുമ്പസാരമാണ് നടക്കുന്നത്, എന്തുമാത്രം പ്രാർത്ഥനാലയങ്ങൾ കേരളത്തിലുണ്ട്, എന്നിട്ട് എന്തു ഗുണം? ഒരു മനുഷ്യൻ പോലും നിത്യജീവൻ എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ അറിവില്ല. സ്വർഗം ഉണ്ടോ, സ്വർഗരാജ്യമുണ്ടോ, അങ്ങനെ ഒരു സ്ഥലമുണ്ടോ, എന്താണ് അതിൻ്റെ ഘടന, എന്താണ് അതിൻ്റെ പദ്ധതി, വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്താണ് അതിനെപ്പറ്റി പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ, അച്ഛന്മാർക്ക് പോലും മെത്രാന്മാർക്ക് പോലും സ്വർഗത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ അറിയില്ല, അത് എടുക്കുന്നില്ല. ഒരു സാങ്കല്പിക തലം നമ്മൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. സ്വർഗമുണ്ടായിരിക്കാം, സ്വർഗത്തിലേക്ക് പോകും, സ്വർഗം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു സാങ്കല്പിക മേഖല. എനിക്ക് ലോട്ടറി അടിക്കും, 100 കോടി രൂപ എനിക്ക് ലോട്ടറി അടിക്കും എന്ന് ഞാനൊരു സങ്കല്പം മനസ്സിൽ വയ്ക്കുകയാണ്. എന്നിട്ട് അത് ഭാവനയിൽ കാണുകയാണ്. എന്നിട്ട് ആ ഭാവന വെച്ച് അങ്ങ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എപ്പം വേണേലും അടിക്കാം എന്നുള്ള രീതിയിൽ, പ്രിയ സഹോദരരെ, ഒരു സാങ്കല്പിക തലത്തിലെ സ്വർഗീയ ജീവിതമോ സ്വർഗീയ മഹത്വമോ അല്ല. അതിൻ്റേതായ ഘടനാപരമായ ഒരു പുഴുങ്ങിയ മുട്ടയും പച്ചമുട്ടയും തമ്മിലുള്ളതുപോലെ, ഒരു പൂവ് പറിച്ച് കൈ പിടിച്ച് അതിനെ കണ്ണുകൊണ്ട് കാണാവുന്നതുപോലെ അതിനെ ഘടനാപരമായ ഒരു സത്ത അതിനകത്തുണ്ട്. ഇതൊക്കെ നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റേതായ വിശുദ്ധീകരണ പ്രക്രിയ ആദ്യം നടക്കണം. അതിനുശേഷം ജ്ഞാനത്തിന് വരും, അറിവിൻ്റെ തലത്തിലും ജ്ഞാനത്തിൻ്റെ തലത്തിലും അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ തലത്തിലുമൊക്കെ നമ്മൾ അതിൻ്റെ വചനത്തെ പഠിച്ചാലേ നമുക്ക് അതിൻ്റെ നിഗമനത്തിലെത്താൻ പറ്റുള്ളൂ. ഒരു സാങ്കല്പിക തലത്തിൽ നിന്ന് ഒരു യാഥാർത്ഥ്യ തലത്തേക്ക് ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യക്ക് അങ്ങനെയുള്ള ആരും പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? ഒന്ന്, അറിയില്ല, അത് തന്നെ സത്യം. ഒന്നും അറിയത്തില്ല. സ്വർഗത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ കൊടുക്കാൻ ഇന്നും ആർക്കും പറ്റിയിട്ടില്ല. എന്നാൽ എളിദാസിൻ്റെ ക്ലാസ്സിൽ കൂടെ എന്താണ് സ്വർഗമെന്നും അതിന് വ്യക്തമായ ക്ലാസ് കിട്ടും. ആ തലത്തിലേക്ക് എത്തുവാൻ തക്കമെന്ന ഒരു ആത്മീയ പരിവർത്തനം നമ്മളിൽ സംഭവിക്കാൻ ആവശ്യമായ ഒരു ആന്തരിക രൂപാന്തരീകരണ പ്രക്രിയ എളിദാസിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കും. നമ്മളെല്ലാം ധ്യാനത്തിന് പോകുന്നത് എൻ്റെ ജോലി കിട്ടണം, മക്കളുടെ വിവാഹം നടക്കി, ഇനി കുറേ ആവശ്യങ്ങളുമായിട്ടാണ് പോകുന്നത്. എന്നാൽ പ്രിയസഹോദരനെ, വിശുദ്ധ ഗ്രന്ഥം എന്താ പഠിപ്പിക്കുന്നത്? ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്താ എഴുതിയിരിക്കുന്ന അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക, ബാക്കിയൊക്കെയും കൂട്ടിച്ചേർക്കപ്പെടും. വയലിലെ കാക്കകളെ നോക്ക്, ലില്ലികളെ നോക്ക്, അതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ നിന്റെ വിശുദ്ധീകരണമാണ് ഞാൻ അഭിലഷിക്കുന്നത്, നിന്റെ വിശുദ്ധീകരണ പ്രക്രിയയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്നുള്ള അവർ ദൈവത്തെ കാണും. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണമോ പാനീയമല്ല, പ്രത്യേക നീതിയും സമാധാനവും പരിശുദ്ധമായ സന്തോഷമത്രേ. ഇതിൻ്റെ ഒരു വിശദീകരണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ധ്യാനസെൻ്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും അച്ഛന്മാരുടെയോ മെത്രാന്മാരുടെയോ വായിൽ നിന്ന് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? യഥാർത്ഥ പരിശുദ്ധമായ നീതിയും സന്തോഷവും പരിശുദ്ധമായ സന്തോഷം എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഇത് കിട്ടിയിട്ട് കാര്യമുണ്ടോ? സുവിശേഷത്തിൽ നല്ല നമുക്കിനി ക്ലാസ് വേണ്ടത്. വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ക്ലാസ് എടുക്കാൻ നമ്മൾക്ക് എവിടെയാണ് കിട്ടുന്നത്? എളിയദാസനായ ഞാൻ നിങ്ങൾക്ക് പ്രിയ സഹോദരങ്ങളിലോ വെളിപാട് ഗ്രന്ഥത്തിലെ മുഴുവൻ വചനത്തിൻ്റെയും അർത്ഥതലങ്ങളെ പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരൻ്റെ ആ ഡേറ്റ് അടക്കം നിങ്ങൾക്ക് തന്നുകൊണ്ട് ഒരു വലിയ വിശുദ്ധീകരണ പ്രക്രിയ നമുക്ക് ആരംഭിക്കാൻ നമുക്ക് ഒരുങ്ങാം. താല്പര്യമുള്ളവരൊക്കെ കഴിയുന്നത്ര വേഗം, നമ്മുടെ മുമ്പിൽ സമയമില്ല, നമ്മുടെ മുമ്പിൽ കാലഘട്ടങ്ങളില്ല, അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പേര് വിളിച്ച് പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നതിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് ഒരുക്കി ഞാൻ തരും. അവിടെ നിങ്ങൾക്ക് ക്ലാസ് തരാം. ഇനി നമ്മുടെ മുമ്പിൽ ആരും വിദേശ കാനഡയിലേക്ക് പോകാം, ജർമ്മനിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ആരും ഒരു ധ്യാനം കൂടിയേക്കരുത്. ആരും പാസ്പോർട്ട് കൂട്ടിയിട്ട് വെഞ്ചരിച്ചേക്കരുത്. കാരണം ആ പാസ്പോർട്ട് വെഞ്ചരിച്ച ആരെങ്കിലും അക്കരയ്ക്ക് വിദേശത്തേക്ക് പോയാൽ അവൻ ഒരിക്കലും പിന്നീട് തിരിച്ചു വരികയില്ല എന്ന് ഓർത്തുകൊണ്ടാണ് പോയത്. കാരണം എന്താണ്? ഫ്ലൈറ്റ് സർവീസ് കട്ടാവും. നമുക്കറിയാം ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഏതു നിമിഷവും അത് അടിപൊട്ടി പ്രശ്നമാകാം, അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പടർന്നു പന്തലിക്കാം. അങ്ങനെ ഒരു നിർണായക ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനാൽ നാം ഇനി ശ്രദ്ധിക്കേണ്ടത് യേശുവിൻ്റെ വരവിന് ഞാൻ എങ്ങനെ തയ്യാറാകണം, എങ്ങനെ ആത്മീയ ഒരുക്കത്തിൻ്റെ പ്രക്രിയകൾ ആരംഭിക്കണം, അതിന് എന്തെല്ലാം ഘടനാപരമായ ആത്മീയ മാറ്റം എന്നിൽ വേണം, അതിന് എങ്ങനെയെല്ലാം ക്രിയാപരമായി ക്രിയേറ്റീവായിട്ട് എന്തെല്ലാം പ്രവർത്തിക്കാനുണ്ട്, അതിന് എന്തൊക്കെ ഒരുക്കങ്ങൾ തയ്യാറെടുക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മെത്രാന്മാരുടെയോ അച്ഛന്മാരുടെയോ തിയോളജിസ്റ്റിനെയോ അധരത്തിൽ നിന്ന് യേശുവിൻ്റെ വരവിനെ നമുക്ക് ഒരുങ്ങാമെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി കേട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരുങ്ങണം വെച്ചാൽ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തു ഉടൻ എത്താൻ ഇനി ഏതാനും വിരലിലെണ്ണാവുന്ന കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ചിന്ത, എനിക്ക് ഈ ഭൂമിയിൽ ഒന്നും സമ്പാദിക്കാൻ പറ്റിയില്ല, 2 നില വാർക്ക വീടോ കാറുകളോ വലിയ ജോലിയോ സമ്പത്തോ ഒന്നും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ എൻ്റെ മനസ്സും ശരീരവും ആത്മാവുമെങ്കിലും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പിൽ കൊടുത്ത് ഒരു നിത്യജീവൻ ഉണ്ട് എന്നത് ഒരു ബോധ്യപ്പെട്ട് ആ ബോധ്യത്തിനായിട്ടൊന്ന് ഒരുങ്ങി അവിടെ നിന്ന് എത്തിച്ചേരാൻ എന്തെല്ലാം ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ടൊരു ജീവിതത്തിൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറാൻ സാധിച്ചാൽ അതാണ് വിജയം. പ്രിയ സഹോദരരെ, ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഈ ചുരുങ്ങിയ ജീവിതം, ഈ എൻ്റെ ശരീരം പോലും എനിക്ക് സ്വന്തമല്ല, അതുമുഴുവൻ അഴുകി ചീഞ്ഞു പോകുന്ന ഒരുപിടി മണ്ണും ചാരവും പൊടിയായിട്ട് പോകുമെങ്കിൽ അതുപോലും എനിക്ക് സ്വന്തമല്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് എന്തിൻ്റെ പുറകെ മക്കളെ ഓടുന്നത്? എന്ത് പുറകെയാണ് നമ്മൾ ഓടുന്നത് സഹോദരരെ? ക്രിസ്തു എന്ന ഏകസത്യവും, ക്രിസ്തു നിത്യജീവൻ എന്ന് പറഞ്ഞാൽ മരിച്ചാലും ഞാൻ നിന്നെ ഉയർപ്പിക്കും, കല്ലറയിലുള്ളവരെല്ലാം എൻ്റെ സ്വരം ശ്രമിക്കുന്നു, സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു, യേശുവിൻ്റെ കൂടെ നിത്യമാച്ചവരെ ദൈവം അവനോടുകൂടി ഉയർപ്പിക്കും. അപ്പോൾ നമ്മൾ അവശേഷിക്കുന്നവർ കർത്താവിനെതിരേക്കാരെ വാഴുമെങ്കിൽ സംഭവിക്കപ്പെടും. ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. എസ്തഫാനോസിൻ്റെ മരണനിദ്ര, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ്. ഈ വചനങ്ങളൊക്കെ അതിൻ്റെതായ അർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് പഠിച്ച് ആരാധിച്ച് സ്തുതിച്ച് കർത്താവിൻ്റെ മഹത്വം പറയുന്ന ആ വലിയ ഒരു ശുശ്രൂഷകൾ എളിദാസൻ ആരംഭിച്ചു വെച്ചിരിക്കുന്നു. താല്പര്യം എത്രയും പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്ത് വരിക. ആളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ മാസത്തിൽ 2 ധ്യാനം വെച്ച് ചെയ്യും, അല്ലെങ്കിൽ ഒന്നായിട്ട് ക്രമീകരിക്കും. അപ്പോൾ പുറത്ത് ക്ലാസ്സിൽ വരും. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ധ്യാന ക്ലാസ്സുകൾ കുറയും. അതിനാൽ ഇതിനകത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, കോട്ടയത്ത് എന്നാണ് വരുന്നത്, തൃശ്ശൂർ എന്നാണ് വരുന്നത് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ പ്രിയ സഹോദരങ്ങളെ, അവിടെയൊക്കെ പല സ്ഥലങ്ങളിൽ നമ്മൾ വന്ന് ക്ലാസ് എടുത്ത് നമ്മൾ പോന്നു, എന്നാൽ അവിടെ ഒരു സെൻറ്ററിൽ നമുക്ക് സെൻറ്ററായിട്ട് കിട്ടിയിട്ടില്ല. അതിനാൽ നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഒരു 15 പേര് ഒക്കെ അടങ്ങുന്ന ഒരു ടീമുകളിൽ എളിദാസനെ വിളിച്ച് ഞാൻ വരാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ടീമുകൾ, ഇപ്പോൾ നമ്മൾ കൃപാസനത്തിലേക്ക് പോകുന്നു, ഇവിടെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് കൃപാസനത്തിലേക്ക് പോകുന്നു, ആലപ്പുഴയിലേക്ക് പോകുന്നു, തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് അട്ടപ്പാടിയിലേക്ക് പോകുന്നു. ഇത്ര ദൂരമൊക്കെ സഞ്ചരിച്ച് നമ്മളൊരു പാസ്പോർട്ട് വെഞ്ചരിക്കാൻ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്വന്തം കാര്യത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പോകുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദരരെ, ഇനി അതിൻ്റെ ആ പുറകെ അല്ല പോകേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ ഒരുക്കത്തിന് എന്ത് ചെയ്യണം? അതോടനുബന്ധിച്ച് ബാക്കിയൊക്കെ കർത്താവ് തന്നോളൂ നിങ്ങൾ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു 2ാമത്തെ വരവിൻ്റെ ഒരുക്ക ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ വെച്ചിരിക്കണം. നമ്മുടെ നമ്പറുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നമ്പറുകൾ പ്രത്യേകം നിങ്ങൾ ഓർത്തു വെക്കുക. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കാര്യങ്ങൾ എന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് 97 78 17 22 83 ആ ഫോൺ നമ്പർ സൂക്ഷിച്ച് വെക്കുക. കാരണം എൻ്റെ ഒരു സന്ദേശം പറഞ്ഞാൽ ഏകദേശം ഡിസംബർ ലാസ്റ്റ്, അതല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് അത്രയും കൂടെ മാത്രമേ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഞാൻ നിർത്തും. അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ ചിലപ്പോൾ കുറച്ച് കുറഞ്ഞു പോകാം, അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള സംവിധാനം ഞാൻ അപ്പോൾ തരാം, അത്യാവശ്യം വിളിക്കാനുള്ള സംവിധാനം. അതിനാൽ പ്രിയ സഹോദരരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രയും പെട്ടെന്ന്, നമ്മുടെ മുമ്പിൽ അധികം സമയമില്ലാതെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്ത് ധ്യാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നന്മയുണ്ടാകും, എല്ലാ സുരക്ഷിതത്വം ഉണ്ടാകും, എല്ലാ അനുഗ്രഹവും, എല്ലാ സമാധാനവും നിങ്ങൾക്ക് ലഭിക്കും. അതിനായി കർത്താവായ ഈശോ നമ്മെ ഒരു സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.